നമസ്കാരം. ഞാൻ ഈ പറയാൻ പോകുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇസ്രയേൽ വന്നത്? ഫോട്ടോ എടുക്കാനാണോ? വീഡിയോ എടുക്കാൻ വേണ്ടിയാണോ? അതോ നിങ്ങളെ ഉത്തരവാദിത്തത്തിൽ ഏൽപ്പിച്ചിട്ടുള്ള ആ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും പ്രൈവസികളും അവരുടെ ചന്തം ചാർത്തൽ, പൊട്ടുകുത്തൽ, സുന്ദരിക്ക് പൊട്ടുകുത്തൽ, പുറത്ത് പാർക്കിൽ കൊണ്ട് എവിടെയെങ്കിലും ഇരുത്തിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫോണുമായിട്ട് ഏതെങ്കിലും പൂവിലോ കായിലോ പോയി നിങ്ങളുടെ റീൽസ് എടുക്കൽ, അതൊരു ഒളിപ്പുമില്ലാതെ പ്രദർശിപ്പിക്കൽ, എന്നിട്ടത് ഫാമിലിക്ക് ഷെയർ ചെയ്ത് കൊടുക്കരുത്, നാട്ടിൽ പ്രദർശിപ്പിക്കൽ, ഇതൊന്നുമില്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ 10, 15, 20 വർഷം ഒരു വീടുകളിൽ തന്നെ ജോലി ചെയ്ത് ഡെഡിക്കേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് മുന്നേ ഒരുപാട് പേര് ഈ മണ്ണിൽ ജോലി ചെയ്തുകൊണ്ടാണ് ഇന്നും കേരളത്തിൽ നിന്നും ഇന്ത്യയിൽ നിന്നും കെയർ ഗീവേഴ്സിനെ വേണമെന്ന് പറയുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ കാരണം അതിന് ഫുൾ സ്റ്റോപ്പ് വരുത്തരുത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഫോട്ടോ എടുക്കൽ, വീഡിയോ എടുക്കൽ, നോക്കാൻ ഏൽപ്പിക്കുന്ന അപ്പച്ചനെയും അമ്മച്ചിയും ഒരു ക്യാമറയുടെ മുന്നിൽ കൊണ്ടുപോയിട്ട് പൊട്ട് തൊടൽ, കണ്ണെഴുതി കൊടുക്കൽ, ഇതൊക്കെ എൻജോയ് ചെയ്യുന്ന ഫാമിലി ഉണ്ടാകാം. ഇഫ് യു ഹാവ് ദ പെർമിഷൻ യു ക്യാൻ ഡു. നിങ്ങളൊരു കെയർ ഗീവറെ വെച്ചു, നിങ്ങളുടെ അനുവാദമില്ലാതെ നിങ്ങളുടെ അപ്പൻ്റെയോ അമ്മയുടെയോ പ്രൈവസി കാര്യങ്ങൾ, അല്ലെങ്കിൽ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഭാഗങ്ങൾ, അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങൾ, ഡയപ്പർ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ പുറത്തേക്ക് കൊണ്ടുപോകും വീൽ ചെയറിൽ തള്ളിക്കൊണ്ടു പോകുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള മാന്യത കീപ്പ് ചെയ്യുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ അമാന്യമായ പെരുമാറ്റം മൂലം അത് എടുത്ത് പ്രദർശിപ്പിക്കലൊക്കെ കാരണം ഒരുപാട് ഫാമിലി കംപ്ലൈൻറ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെ ടെർമിനേറ്റ് ചെയ്തു. കാരണം അവരുടെ വീട്ടുകാരുടെ അനുവാദമില്ലാതെ വീഡിയോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ ഇടുകയും ചെയ്തതിൻ്റെ പേരിൽ ഏജൻസിക്ക് കംപ്ലൈൻറ്റ് കൊടുത്തു. ആ ഏജൻസി ടെർമിനേറ്റ് ചെയ്തു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾക്ക് കോമഡി ചെയ്യാനുള്ള, നിങ്ങൾക്ക് ട്രാജഡി ചെയ്യാനുള്ള ഉപകരണമല്ല ഇസ്രയേലിൽ നിങ്ങളെ വിശ്വസിച്ചേൽപ്പിക്കുന്ന കെയർ ഗീവറെ ഏൽപ്പിക്കുന്ന അപ്പച്ചനെ അമ്മച്ചിയും. ഇങ്ങനെയുള്ളവർ വീട്ടിലിരിക്കുക, സ്വന്തം തന്തയുടെയും തള്ളയുടെയും ഒക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് വീട്ടിലിരിക്കുക. നാട്ടിൽ നിൽക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയൊക്കെയാണ് എന്ന് പല ഏജന്റുമാർക്കും പറഞ്ഞ് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു രാജ്യമല്ല ഇത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പുറത്ത് ജീവിച്ചോളൂ. ഒരു ഗേറ്റിൻ്റെ അപ്പുറത്തേക്ക് ഒരു വീടും ആ വീട്ടിലൊരു അപ്പച്ചനെ അമ്മച്ചി ഏൽപ്പിച്ചാൽ ആ വീടിനോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന സാഹചര്യമുള്ളവരും വീട്ടുകാരുടെ അനുഭവത്തോടു കൂടി വീഡിയോ എടുപ്പ് തൊട്ട് എന്ത് പരിപാടിയും, ഏത് പൂവിൻ്റെയും ഏത് കായിൻ്റെയും എവിടെ പോയി എടുത്തോ വീഡിയോയും കാര്യങ്ങളൊക്കെ, ഇതൊന്നും ഒരു മലയാളികൾക്ക് പ്രശ്നമുള്ള കാര്യമല്ല. ഇവിടെ എത്രയോ പേര് സ്വന്തം അപ്പച്ചനും അമ്മച്ചിയും സമർപ്പണത്തോടെ നോക്കി അവരുടെ വീട്ടുകാരെ കയ്യിലെടുത്ത് സ്നേഹത്തോടു കൂടി അവരുടെ അനുഭവത്തോടു കൂടി അവരോടൊപ്പം ഫുഡ് കഴിക്കുന്നതും അവരോടൊപ്പം എൻജോയ് ചെയ്യുന്നതും അവരോടൊപ്പം ആയിരിക്കുന്നതുമായിട്ടുള്ള എത്രയോ സന്തോഷകരമായ മൊമെൻറ്റുകൾ നമ്മൾ കാണുന്നുണ്ട്. എല്ലാ വീടുകളും അങ്ങനെയാകണമെന്നില്ല. മക്കളെ, നിങ്ങൾ കയറി വരുന്ന വീട്ടിലെ അവരുടെ സ്വഭാവങ്ങളും അവരുടെ കൾച്ചറും അവരുടെ രീതികളും അവരവരുടെ അപ്പനെയും അമ്മയും എങ്ങനെ കരുതുന്നു എന്നതൊക്കെ അനുസരിച്ചാണ് നിങ്ങളും നിൽക്കേണ്ടത്. ദാറ്റ് മീൻസ് ദ റിയാലിറ്റി ഓൾവേസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. പറയാൻ കാര്യം, ഒരാളെ ഇന്ന് ടെർമിനേറ്റ് ചെയ്തു, ബാക്കിയുള്ളവരുടെ ജോലിയിൽ നിന്ന് മാറ്റി. പലപ്പോഴും ജയം കെയർ ഗീവർ അസിസ്റ്റൻസ് വഴി വരുന്ന കുട്ടികൾക്ക് കൃത്യമായ സമയങ്ങളിൽ, അതായത് അവർക്ക് വിസ വന്നതിന് ശേഷം എയർപോർട്ടിൽ നിന്ന് ഇസ്രയേൽ വന്ന് ഹോസ്റ്റലിലോ അല്ലെങ്കിൽ മറ്റ് ക്രമീകരണങ്ങളിൽ നിന്നതിന് ശേഷം ഈ 1 മണിക്കൂർ കൃത്യമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അവരാരും തന്നെ ഇങ്ങനെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടില്ല. പക്ഷേ മറ്റു പല സാഹചര്യങ്ങളിൽ നിന്ന് വന്നവർ ഇങ്ങനെ ആവർത്തിക്കപ്പെടുന്നത് കൊണ്ട് തന്നെ പല ഏജൻസിക്കാരും വിളിച്ച് ദയവ് ചെയ്ത് ഇങ്ങനൊരു കാര്യമുണ്ട്, ഇത് ബാധിക്കുന്നുണ്ട്, ഇതൊന്ന് അവയർനെസ് കൊടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ദയവ് ചെയ്ത് മക്കളെ, നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെങ്കിലോ സ്വന്തം തള്ളയുടെയൊക്കെ വീഡിയോ എടുത്ത് എൻജോയ് ചെയ്യുക. ഇവിടെ വന്ന് നിങ്ങളെ ഏൽപ്പിക്കുന്ന അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയോ അവരുടെ സാഹചര്യങ്ങളും നോക്കി വീഡിയോ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ പോയി വീഡിയോ എടുക്കേണ്ടി വരും. ഇത് ഇങ്ങോട്ട് ഭാര്യ കയറ്റി വിടുന്നെങ്കിൽ ഭർത്താവ് ഭാര്യയുടെ ചെവി പറഞ്ഞു കൊടുത്തേക്കുക. തിരിച്ച് ഭർത്താവാണ് ഇങ്ങോട്ട് വരുന്നതെങ്കിൽ ഭാര്യ ചെവി പറഞ്ഞു കൊടുത്തേക്കുക. കാര്യം ഇവിടെ വന്നാൽ ആരും ചെവി വന്ന് പറഞ്ഞു തരാനൊന്നുമില്ല. ഏജൻസി ചെവിക്ക് പിടിച്ച് പുറത്താക്കും, ടെർമിനേഷൻ തരത്തേ ഉള്ളൂ. നമ്മുടെ സ്വന്തം കേരളത്തിൽ നിന്നും വന്ന് ഇവിടെ ഒരുപാട് നല്ല കെയർ ഗീവേഴ്സ് 10, 15 വർഷം വരെ ആത്മാർത്ഥതയോടുകൂടി ജോലി ചെയ്തു പോയ ചരിത്രമുള്ള ഈ ഇസ്രായേൽ മണ്ണിൽ ഇപ്പോൾ കയറി വരുന്നവർ കാട്ടിക്കൂട്ടുന്ന വിക്രിയകൾ കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ. വ്ളോഗ് ചെയ്യാൻ വേണ്ടി മാത്രം കയറി ഇസ്രായേൽ വന്നതാണോ എന്ന് ചിന്തിച്ചു പോകുക. സ്വന്തം അമ്മച്ചി ഒരു നേരത്തെ വെള്ളത്തിന് ചോദിക്കുമ്പോൾ അതേപോലും കേൾക്കാതെ അതിൻ്റെ മുന്നിലിരുന്ന് വ്ളോഗ് ചെയ്യുന്നവരെ നിങ്ങൾ മലയാളികൾ കണ്ടിട്ടുണ്ടാവും. എന്തിനാണ് ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ളതെന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷം. എന്തിനാണ് ഇവിടെ നല്ലപോലെ ജോലി ചെയ്ത് പോകുന്നവരെയും
ഇനി വരാനിരിക്കുന്നവരെയും കൂടി പറയിപ്പിക്കുവാൻ ഈ ഫോണും പിടിച്ച് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്ത് നിർത്തിക്കൂടെ? ചില കെയർ ഗിവേഴ്സിന് എംപ്ലോയറെ ശ്രദ്ധിക്കാൻ പോലും സമയമില്ല. വീഡിയോ എടുക്കുന്നതിൻ്റെ ആ ത്രില്ലില്ലേ? അതുപോലെ എംപ്ലോയറിൻ്റെ പ്രൈവസി പോലും കാത്തു സൂക്ഷിക്കാതെയാണ് പുതിയതായി കയറി വന്ന കുറച്ച് കുട്ടികൾ വ്ലോഗ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. എന്ത് മാന്യതയാണ് നിങ്ങൾക്ക് കിട്ടിയ ജോലിയോട്, ഫാമിലിയോട് നിങ്ങൾ കാണിക്കുന്നത്? മറ്റു ചിലർക്ക് വീഡിയോയും റീൽസും എടുക്കാൻ ഗ്യാപ്പ് കിട്ടാത്തതിൻ്റെ പേര് ജോലി മാറി കയറാൻ നടക്കുകയാണ്. നാട്ടിൽ നിൽക്കുമ്പോൾ എന്ത് കഷ്ടപ്പാടാണേലും കുഴപ്പമില്ല, എന്തും സഹിച്ച് എന്ത് ജോലിയും ചെയ്തോളാം എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചാഗ്രഹിച്ചു വരും. വന്നിട്ടോ കാണിച്ചു കൂട്ടുന്നതോ കഷ്ടം എന്നേ പറയാനുള്ളൂ. ഈ ഒരു വിചാരവുമായി ദയവ് ചെയ്ത് കയറി വരാതിരിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. കെയർ ഗിവറാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ധപ്പെടുക. കൃത്യമായ ട്രെയിനിങ്ങും ഗൈഡ്ലൈൻസും നൽകി കൊണ്ടുവരും. താങ്ക് യു സോ മച്ച്.